വിവാഹ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊന്നെങ്കിൽ പണത്തിന് വേണ്ടിയോ സ്വർണത്തിന് വേണ്ടിയോ ഒക്കെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിനായിട്ട് ഇറങ്ങി പുറപ്പെടാറുള്ളത്. എന്നാൽ രേഷ്മയുടെ മാനസിക ശാസ്ത്രം എന്താണെന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെട്ടില്ല. വളരെ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ഒരു സ്ത്രീ. അവർ പിന്നീട് നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളത്തെ ചർച്ചയിൽ പെൺകുട്ടി എന്ന് പറഞ്ഞതിന് 30 വയസ്സുള്ള സ്ത്രീയെ പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയല്ല സ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിനുശേഷം ഈ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം പിന്നീട് ഈ കഴിഞ്ഞിടെ വരെ അവർ ഇതേ സർവകലാശാലയിൽ തന്നെ ന്യായമെന്ന ഒരു സബ്ജക്റ്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി സ്ത്രീ, അധ്യാപികയായിട്ട് ജോലി ചെയ്ത് മുൻ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീ പിന്നീട് നാട്ടിലെത്തി 2023 ശേഷമാണ് ഇവർ ഈ സജീവമായിട്ട് ഈ വിവാഹം കഴിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ആയിടയ്ക്കാണ് ഇവർ ചെയ്ത ഒരു ക്രൈം എന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നത്, പോലീസ് തന്നെ ഇപ്പോൾ ഈ ആര്യനാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹത്തിൽ ആര്യനാട് സ്വദേശി പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഈ ആവലാതിക്കാരന് ധനനഷ്ടമുണ്ടാക്കി. ഇയാൾ വിവാഹ ഒരുക്കങ്ങൾക്കായി 7,50,000 രൂപയോളം ചെലവഴിച്ചു. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, ആഭരണങ്ങൾ എടുത്തു. ആ ഒരു വകയിൽ ഇയാൾക്ക് 7,77,000 രൂപയുടെ നഷ്ടമുണ്ടാക്കി.